എന്താണെന്നറിയാം, ആൾക്കാരെ വെറുതെ കളിയാക്കുക, ഇതൊക്കെയാണ് ബല മുഖാമുഖം അതുപോലുള്ള പരിപാടി. ആ പൂക്കിപ്പറമ്പ് മുഖാമുഖത്തെ നിങ്ങൾ കണ്ടോളൂ. എന്താ അറിയോ, ഈ മുസ്ലിയാർ തന്നെ ഹസൻ സഖാഫിയുടെ ഒരു ക്ലിപ്പ് ഇട്ടാണ്ട് അയാൾ ആ സമയത്ത് തലപ്പാവില്ലാതെ സംസാരിക്കണേ, എന്നിട്ട് അത് വെച്ചിട്ട് ഇയാളൊന്ന് കുതിര കണ്ടോ കണ്ടോ അത് സക്കരിയ സ്വലാഹി ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതിന്ന് പോയാൽ അങ്ങനെ തന്നെയാണ് എന്ന് ഓല കൊടുന്ന് പോയാൽ പിന്നെ തലയെക്കിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുതിരയറല്ലേ. ഒന്ന് കേട്ടോളി. ഇവർക്ക് തന്നെ ഇതാരുടെയൊക്കെ കൈകളിൽ കിട്ടാമെന്നതിനെ കുറിച്ച് ഒരാദർശൈക്യം ഉണ്ടായിട്ടില്ല. 2-3 മൗലവിമാരെ ഞാൻ ഇങ്ങനെ സംയോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത് ഹസൻ സഖാഫിയാണ്, പിന്നെ വരുന്നത് ആരാണ്? കണ്ണാടിപ്പറമ്പ് മൗലവിയാണ്, പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഖാസിമിയും. വരട്ടെ. കണ്ട് സക്കരിയ സ്വലാഹി എന്നാരും വിചാരിക്കണ്ട, സാധനം അത് തന്നെയാണ്. പക്ഷെ ഇതിന്നാണ് പോയാ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ഇനി പറയട്ടെ. ഇതിന്നാണ്ട് പോയാൽ, അതായത് ഓലക്കൂട്ടന്ന് പോയാൽ പിന്നെ ഇങ്ങനെ തലയെക്കെട്ടുണ്ടാവില്ല. എന്നാ പോയ ചിലത് നമുക്ക് കാണാം. അതിനിടയ്ക്ക് ഹസൻ സഖാഫി തലയെക്കെട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. താടിയും തലയെക്കെട്ടും കണ്ടിട്ടാണോ മാറ്റം ലീഡറാക്കിയത്? എന്നാ അഖിലേന്ത്യാ സെക്രട്ടറി ആകാൻ ഏറ്റവും വലിയ യോഗ്യൻ ഹർകിഷൻ സിംഗ് സുർജിത്താണല്ലോ, അല്ലെ? താടിയുണ്ട്, തലയെക്കെട്ടുമുണ്ട്. പക്ഷെ സത്യത്തിൽ ഇപ്പൊ പ്രകാശകാരായിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി അയാൾ സ്ഥാനം മാറിയിട്ടുണ്ട്. ഈ താടിയും തലയെക്കെട്ടുമല്ല മക്കളെ ദീനി എന്ന് പറഞ്ഞാൽ. CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശൈഖുനായെ കണ്ടു പഠിച്ചവരല്ലേ നാമൊക്കെ. അവിടത്തേക്ക് വലിയ താടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാന കാലഘട്ടത്തിൽ തലപ്പാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ താടി എന്ത് CM വലിയുള്ളാക്ക് അവസാന കാലത്തിൽ നിങ്ങൾ വലിയ താടി കണ്ടിട്ടുണ്ടോ? തലപ്പാവ് കണ്ടിട്ടുണ്ടോ? അതുമില്ലേനോ? ഇതിങ്ങനെ ഓരോന്ന് പുറത്തേക്ക് ചാടെടുക്കട്ടെ സഹോദരങ്ങളെ. ഇനി ഇതിന്ന് പോയാ അങ്ങനെ തലയെക്കെട്ടുണ്ടാവില്ല എന്നല്ലേ? എന്നാ കേട്ടോ, നമ്മൾ വഹാബ് സഖാഫി മമ്പാട് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ രംഗം കണ്ടോളൂ. പല ഘട്ടങ്ങളിലും ചോദിച്ചതുപോലെ കുറച്ച് ചോദ്യം ഞാൻ മൗലവിയോട് ഇവിടെ വെച്ചും ചോദിക്കാം. പ്രാർത്ഥന എന്ന വാക്ക് പിടിച്ച് മുസ്ലിങ്ങളെ വഞ്ചിക്കുന്ന മൗലവിയോട് പ്രാർത്ഥന എന്ന വാക്ക് സഹായാഭ്യർത്ഥന, അപേക്ഷ എന്ന അടിസ്ഥാനത്തിലുള്ള രൂപത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, അപ്പോ വഹാബ് സഖാഫി മമ്പാടാണ് തലയെക്കെട്ടില്ലാതെ സംസാരിച്ച് അല്ലേ? ഒരു സംസാരത്തിന്റെ ഭാഗമാണ് ഇത്. നിങ്ങളുടെ കൊടുന്ന് പോയതാണോ? ഔഷാദ് ഹസൻ നിങ്ങളെ കൊടുന്ന് പോയതാണോ? ഇതിന്ന് പോയാ അങ്ങനെയാണ് നിങ്ങളെ കൊടുന്ന് പോയോ? അടുത്ത പിടിച്ചോ നമ്മളെ 10 പേര് സഖാഫി. വല്ലാതെ അപ്പൊ കാണില്ല മൂപ്പരെ എവിടെ? അല്ലാഹു ആലം. ഏതായാലും വെച്ചോളൂ. സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷി ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞില്ല, നോമ്പ് കൊടുക്കുന്നവരെന്ന് പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കുന്നവരെന്ന് പറഞ്ഞില്ല, താടി വെക്കുന്നവരെന്ന് പറഞ്ഞില്ല, പള്ളി കേൾക്കുന്നവരെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നവർ നരകത്തിൽ പോകേണ്ടി വരും, നിസ്കരിക്കുന്ന നരകത്തിൽ പോകേണ്ടി വരും, താടി ഉള്ളവർ നരകത്തിൽ കടക്കേണ്ടി വരും, പള്ളി വെക്കുന്നവർ നരകത്തിൽ കടക്കേണ്ടി വരും, അഹമ്മദ് മുഹമ്മദ് അസറഫ് ഫാമിലിയുടെ പേരുള്ളവർ നരകത്തിൽ കടക്കേണ്ടി വരും. അതേസമയം സ്വർഗത്തിൽ പോകണോ? ഒരു കാര്യം അംഗീകരിച്ചവൻ ആണ്. വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മുറകളിൽ 10 പെരിയം റഷീദ് സഖാഫിങ്ങളെ കൂട്ടത്തിന് പോയോ? ഞാൻ പറഞ്ഞത് ഈ മൊയ്ലിയന്മാരെ ഈ മുസ്ലിയാരെ ആളെ കുതിരുന്ന രംഗങ്ങളും ആലോചിച്ച് നോക്കി. എന്താ അതിൻ്റെ ആവശ്യം? ഇനി വേണോ? കണ്ടോളൂ, ഇവിടെ വന്ന സാക്ഷാൽ അലവി സഖാഫി വെച്ചുകൊടുക്കുക. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് അവർ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തെയും അതുപോലെ ചില പുതിയ പുതിയ മുഖങ്ങളെയുമൊക്കെ ഇവിടെ ഞങ്ങൾ ഹാജരാക്കുന്നതാണെന്ന് ഈ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് വാക്കു തരികയാണ്. അതോടൊപ്പം മുജാഹിദ് പ്രസ്ഥാനം വിട്ടുവന്ന ഒരുപടി മൗലവിമാരെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു പാനൽ ഡിസ്കഷന്റെ CD ഇറങ്ങാൻ പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എന്ത് ചെയ്തു, ഞങ്ങൾ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കണ്ടത് എന്ന് വ്യക്തമാക്കുന്ന CD ആണ് ഇറങ്ങാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു CD ഇറങ്ങാൻ പോവുകയാണ്. വഹാബ് സഖാഫി, 10 പെരിയം സഖാഫി, അലവി സഖാഫി. അടുത്ത സഖാഫി പേരോട് വുളു എടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ കൂടെ കൈ ഇങ്ങനെ നടത്തുക എന്ന ഇംറാനിയ്യത്ത്, അതിന് ദൽകുൽ അളാ എന്നാണ് മുതഅല്ലിമികൾ പറയുക. ഇത് ശാഫിഈ മദ്ഹബിൽ സുന്നത്താണ്. എന്നാൽ മാലിക്കി മദ്ഹബിൽ അത് നിർബന്ധമാണ്. വായിൽ വെള്ളം കുടിക്കുന്നത് ഒരു മദ്ഹബിൽ, നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ്. എന്നാൽ അത് ഹംബലി മദ്ഹബിൽ നിർബന്ധമാണ്. ഇങ്ങനെ നിയമം വന്നാൽ സൂഫിയാക്കളായ ത്വരീഖത്തിൽ കിടക്കുന്ന ഇതാണ് സാധനം.
അപ്പോ നൗഷാദ് മുസ്ലിയാരെ പേരോടും നിങ്ങളെ കൊടുന്നു പോയോ? ഏയ് ഹസൻ സഖാഫി നേരത്തെ പോയി. പത്തപ്പിരിയമോ വഹാബ് സഖാഫിയോ നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന അലവി സഖാഫിയോ? ഏയ് നിങ്ങളൊപ്പം നിന്ന് അലവി സഖാഫിയോ പേരോട് സഖാഫിയോ? ഇനിയും പിടിച്ചോ, നിങ്ങളുടെ സാക്ഷാൽ ഉള്ളാളം നിങ്ങള് വെച്ചു കൊടുക്കേ. ഒരു യത്തീംഖാനയും കൂടിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ചോറ് കഴിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നത് അല്ല. നിങ്ങൾ യത്തീംഖാന വേണമെന്ന് പറഞ്ഞല്ലോ. യത്തീമക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ആരമേയില്ല. മുസ്ലിം ഭരണകൂടമുണ്ടെങ്കിൽ അവർ നോക്കും, അവർക്ക് അതിൻ്റെ ഫണ്ട് തന്നെ വരുന്നുണ്ട്. ഇല്ലെങ്കിലോ അതാത് സ്ഥലത്തുള്ള യത്തീമുകളെ അവിടെയുള്ള മയാസിറുൽ മുസ്ലിം കഴിവുള്ള മുസ്ലിങ്ങളെ മേൽ നിർബന്ധമാണ്. നേരല്ല നമുക്ക്. നിങ്ങളെന്താ മനസ്സിലാക്കി? ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ആ നിലവാരം എന്താ അത് നാട്ടുകാരൊന്ന് അറിയട്ടെ. ഇതിപ്പോ ഇതിന് മറുപടി എന്താ? ഇങ്ങനെ കുറെ നേരം ചൂടെടുത്തപ്പോൾ തലയൊക്കെ ഒഴിവാക്കിയാണ് നിൽക്കാരം. ഹസൻ സഖാഫി അങ്ങനെ തന്നെ ആവൂലേ? ഞാൻ പറയും ഇവരെ